നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ DBMSൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നോക്കുന്നത്. DBMSൻ്റെ ക്ലാസ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് നമുക്ക് പോകാം. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ഇനിയുള്ള സമയത്ത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ ഈസ് നോൺ ആസ്, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡേറ്റാസിൻ്റെയൊക്കെ കളക്ഷനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇൻഫർമേഷൻ ആണോ, വാല്യുബിൾ ഇൻഫർമേഷൻ ആണോ, ഡേറ്റാബേസ് ആണോ, മെറ്റാ ഡേറ്റയാണോ? ആൻസർ എന്ന് പറയുന്നത് ഡേറ്റാബേസ് ആണ്. ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡേറ്റാസിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അടുത്തത് DBMS സ്റ്റാൻഡ്സ് ഫോർ. DBMS എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. DBMS എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പം ഈ റിലേറ്റഡ് ഡേറ്റ ഐറ്റവും അതിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റവും കൂടെയാണ് ചേർന്നതാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. DBMS നമ്മൾ ആക്ച്വലി ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് എ പ്ലേസ് വെയർ ഡേറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ സ്ട്രക്ചേർഡ് മാനർ? എവിടെയാണ് ഡേറ്റ ഒരു സ്ട്രക്ചേർഡ് മാനറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? എവിടെയാണ്? CPU ആണോ, ഡേറ്റാബേസ് ആണോ, ALU ആണോ, ആൾ ഓഫ് ദീസ് ആണോ? ഡേറ്റാബേസ് ആണ്. ഡേറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ സ്ട്രക്ചേർഡ് മാനർ. എവിടെയാണ്? ഡേറ്റാബേസിൽ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡേറ്റാബേസ് ഈസ് എ കോംപ്ലക്സ് ഡാഷ്. ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള എന്താണ്? ഡേറ്റ സ്ട്രക്ചർ ആണോ, മെമ്മറി ആണോ, അതോ ഇത് രണ്ടുമാണോ? ഇവയൊന്നുമല്ലേ. ഡേറ്റാബേസ് ഈസ് എ കോംപ്ലക്സ് ഡേറ്റ സ്ട്രക്ചർ ആണ്. ആൻസർ എന്ന് പറയുന്നത് ഡേറ്റ സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവിഷൻ ഓഫ് ഡേറ്റാബേസ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ്. അതായത് ഡേറ്റാബേസിൻ്റെ സൂപ്പർവിഷൻ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? DP അഡ്മിനിസ്ട്രേറ്റർ ആണോ, DP മാനേജർ ആണോ, DB മാനേജർ ആണോ, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണോ? ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ഡേറ്റാബേസിനെ മാനേജ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക എന്നൊക്കെയുള്ളത് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ DBA എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. DBAയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. DBA എന്ന് പറയുന്നത് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. DBA സ്റ്റാൻഡ്സ് ഫോർ. DBA എന്ന് പറഞ്ഞാൽ ആരാണ്? ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് DBA. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡേറ്റ ഡിക്ഷണറി ടെൽസ് ഡാഷ് ടു ദ DBMS. ഡേറ്റ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഫയൽസ് ആർ ഇൻ ദ ഡേറ്റാബേസ്, വാട്ട് ദീസ് ഫയൽസ് കണ്ടെയ്ൻ, വാട്ട് ആട്രിബ്യൂട്ട്സ് ആർ പൊസസ്ഡ് ബൈ ദ ഡേറ്റ, ഓൾ ഓഫ് ദ എബോവ്. അപ്പം ഡേറ്റ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഇതെല്ലാമാണ്. ആൻസർ ഓൾ ഓഫ് ദ എബോവാണ്. അതായത് വാട്ട് ഫയൽസ് ആർ ഇൻ ദ ഡേറ്റാബേസ്, ഡേറ്റാബേസിൽ എന്തൊക്കെ ഫയൽസ് ആണുള്ളത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് എവിടെ ഉണ്ടാകും? ഡേറ്റ ഡിക്ഷണറി. അതുപോലെ തന്നെ വാട്ട് ദീസ് ഫയൽസ്, ഈ ഫയൽസിലേക്ക് അടങ്ങിയിരിക്കുന്നത് എന്താണ്? വാട്ട് ആട്രിബ്യൂട്ട്സ് ആർ പൊസസ്ഡ് ബൈ ദ ഡേറ്റ, ഒരു ഡേറ്റയിലെ അല്ലെങ്കിൽ ഡേറ്റാബേസിലുള്ള ആട്രിബ്യൂട്ട്സ് ഇപ്പോൾ ഡേറ്റ നമ്മൾ ഡേറ്റാബേസിൽ ടേബിൾസ് ആയിട്ടായിരിക്കും ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഓരോ കോളത്തിനെയുമാണ് നമ്മൾ ഡേറ്റാബേസിലെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഓരോ ആട്രിബ്യൂട്ട്സും എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് അടങ്ങിയിരിക്കുന്നത്? ഇതെല്ലാം എന്തിനകത്തുള്ളതാണ്? ഡേറ്റ ഡിക്ഷണറിയിലുള്ളതാണ്. അപ്പോൾ ഡേറ്റ ഡിക്ഷണറി ടെൽസ് ഇതിനെ എല്ലാം പറ്റിയും പറയുന്നുണ്ട്. എന്ത് ഫയൽസാണ് ഡേറ്റാബേസിലുള്ളത്, ആ ഫയൽസിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു, ആ ഡേറ്റാസ് പൊസസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്, ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം എവിടെയാണ്? ഡേറ്റ ഡിക്ഷണറിയിലുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബിഫോർ യൂസ് ഓഫ് DBMS ഇൻഫർമേഷൻ വാസ് സ്റ്റോർഡ് യൂസിങ്. അതായത് DBMSൽ ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്തായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ക്ലൗഡ് സ്റ്റോറേജ്, ഡേറ്റ സിസ്റ്റം, ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, നൺ ഓഫ് ദി എബോവ്. ഏതാണ് യൂസ് ചെയ്തിരുന്നത്? ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പല രീതിയിലുള്ള ഫയൽ മാനേജ്മെൻറ്റ് പ്രോസസ്സുകളുണ്ട്, ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ആയിരുന്നു നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡാഷ് ഈസ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് പെർഫോമിംഗ് ഓൾ നെസസറി ആക്ഷൻ അസോസിയേറ്റഡ് വിത്ത് ഡേറ്റാബേസ്.
അതായത് എന്താണ് ഒരു കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആണ് ഡേറ്റാബേസും ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നെസസറി ആക്ഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്ന കളക്ഷൻ ഓഫ് പ്രോഗ്രാംസിനെ പറയുന്ന പേരെന്താണ്? ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണോ, ഡേറ്റാബേസ് ആപ്ലിക്കേഷൻ ആണോ, ഡേറ്റാബേസ് അസോസിയേറ്റഡ് ആണോ, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണോ? അപ്പം ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. എന്താണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് പെർഫോമിംഗ് all necessary action associated with ഡേറ്റാബേസ്. ഡേറ്റാബേസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ നെസസറി ആക്ഷൻസും പെർഫോം ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് പ്രോഗ്രാംസിനെയാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത നോക്കി, ഡേറ്റാബേസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാഷ്. എന്താണ് റിലേറ്റഡ് ഡേറ്റ? നമ്മൾ പറഞ്ഞു ആദ്യമേ, റിലേറ്റഡ് ഡേറ്റാസിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ് എന്തെന്ന് പറയുന്നത്? ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അടുത്ത നോക്കി, DBMS ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഇൻറ്ററാക്ട് വിത്ത് ദി ഡാഷ് ആൻഡ് ദി ഡേറ്റാബേസ്. എന്തുമായിട്ടുമാണ് DBMS എന്ന് പറയുന്നത്? എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് ഇൻറ്ററാക്ട് ചെയ്യുന്നത് എന്തുമായിട്ടാണ്? യൂസേഴ്സ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം, യൂസേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുമായിട്ടാണ് ആര് ഇൻറ്ററാക്ട് ചെയ്യുന്നത്? DBMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻറ്ററാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡേറ്റാബേസുമായിട്ടും ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം DBMS എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്, ഇൻറ്ററാക്ട് വിത്ത് ദി യൂസേഴ്സ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് ദി ഡേറ്റാബേസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, കീസ് ഇൻവോൾവ് ഇൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ് ആർ കോൾഡ്. അതായത് നമ്മളിപ്പോൾ ഡേറ്റാബേസിൽ നമ്മൾ പറഞ്ഞു ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ടേബിൾസ് ആയിട്ടായിരിക്കും ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടേബിളിലെയും ഓരോ റോസിനെയും അല്ലെങ്കിൽ ഓരോ പേഴ്സണെയും, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നമ്മൾ സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുമ്പോൾ ഓരോ സ്റ്റുഡൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരേ പേരിലുള്ള ഒന്നിലധികം സ്റ്റുഡൻസ് കാണും. അശ്വതി എന്ന പേരുള്ള 2 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ എന്ത് ചെയ്യും? ഇവർക്കെല്ലാം ഓരോ റോൾ നമ്പർ കൊടുത്തിരിക്കും. അപ്പോൾ അശ്വതി എയും അശ്വതി എസുമാണ്. അപ്പോൾ അശ്വതി നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുമ്പോൾ അശ്വതി എ എന്ന് പറയുന്നത് 1ാമത്തെ റോൾ നമ്പറും അശ്വതി എസ് എന്ന് പറയുന്നത് 2ാമത്തെ റോൾ നമ്പറും വരും. അപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ റോൾ നമ്പർ വെച്ച് നമുക്ക് പേര് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടാണ്, ഒരേ പേരാണെങ്കിൽ. അപ്പം നമ്മൾ റോൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ റോൾ നമ്പർ 1, 2 1 2 വട്ടം വരില്ലല്ലോ, 2 2 വട്ടം വരത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ റോൾ നമ്പർ വെച്ച് ഒരാളെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഒരാളെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ പ്രൈമറി കീ. അപ്പം ഈ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിൽ ആ ഒരു സ്റ്റുഡൻറ്റിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ വാല്യൂസിനെയും നമുക്ക് കീസ് എന്ന് പറയാം. അതിൽ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി കീ എന്ന് പറയുന്നത് ഒരെണ്ണേ കാണും. ഇപ്പം നമ്മൾ റോൾ നമ്പർ പ്രൈമറി കീ ആക്കി കഴിഞ്ഞാൽ അതാണ് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ടേബിളിലുള്ള ആൾക്കാരെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീ. അപ്പോൾ ഇപ്പോൾ ഒരു ടേബിളിലെ പ്രൈമറി കീയെ നമ്മൾ വേറൊരു ടേബിളിൽ യൂസ് ചെയ്യുവാണെങ്കിൽ ആ 2 ടേബിൾ തമ്മിലും ഒരു റിലേഷൻ കാണും. അപ്പോൾ അങ്ങനെ ഒരു ടേബിളിലെ വാല്യൂവിനെ, അതായത് പ്രൈമറി കീയെ മറ്റൊരു ടേബിളിൽ യൂസ് ചെയ്താൽ അതിനെ നമ്മൾ ഫോറിൻ കീ എന്ന് പറയും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, കീസ് ഇൻവോൾവ് ഇൻ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീ ആണ് ഫോറിൻ കീ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിലെ പ്രൈമറി കീ ആയിരിക്കും, അതിനെ നമ്മൾ മറ്റൊരു ടേബിളിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഫോറിൻ കീ. ഫോറിൻ കീ യൂസ് ചെയ്തിട്ടാണ് ഈ ടേബിൾസ് തമ്മിൽ നമ്മൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ മെനി പ്രൈമറി കീസ് ക്യാൻ ഹാവ് എ ടേബിൾ? ഒരു ടേബിളിന് എത്ര പ്രൈമറി കീസ് കാണും? നമ്മൾ നേരത്തെ പറഞ്ഞു എത്ര പ്രൈമറി കീ? ഒരു പ്രൈമറി കീ മാത്രമേ ഒരു ടേബിളിന് കാണത്തുള്ളൂ. ഒന്നിലധികം യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പല വാല്യൂസും കാണും. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ എടുത്താൽ അയാളുടെ ആധാർ നമ്പർ, ഫോൺ നമ്പർ, പാൻ കാർഡ് നമ്പർ, ഇതെല്ലാം യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ പ്രൈമറി കീ ആയിട്ട് കൊടുക്കത്തുള്ളൂ. ഇനി അടുത്ത് നോക്കിയാൽ റിലേറ്റഡ് ഫയൽസ് ഇൻ എ ഡേറ്റാബേസ് ആർ ഗ്രൂപ്പ്ഡ് ടു ഫോം.
അതായത് ഒരു ഡേറ്റാബേസിലെ റിലേറ്റഡ് ഫയൽസിനെ എല്ലാം ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് എന്ത് ഫോം ചെയ്യാം, ഒരു ഡേറ്റ റെക്കോർഡ് ഫോം ചെയ്യാം. റിലേറ്റഡ് ഫയൽസിനെ ഡേറ്റാബേസ് ആർ ഗ്രൂപ്പ്ഡ് ടു ഫോം എ ഡേറ്റ റെക്കോർഡ്. ആൻസർ എന്ന് പറയുന്നത് ഡേറ്റ റെക്കോർഡാണ്. അടുത്ത് നോക്കിയേ, DBMS ഹെൽപ്പ് ടു അച്ചീവ്. എന്തിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു? ഡേറ്റ ഇൻഡിപെൻഡൻസ്, സെൻട്രലൈസ്ഡ് കൺട്രോൾ ഓഫ് ഡേറ്റ, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്. അപ്പം DBMS ഹെൽപ്പ് ടു അച്ചീവ് ഡേറ്റ ഇൻഡിപെൻഡൻസ്. ഡേറ്റാസ് എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് കൺട്രോൾ ഓഫ് ഡേറ്റ. ഇതിന് രണ്ടിനും DBMS നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻസർ ബോത്ത് എ ആൻഡ് ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എ സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് എനേബിൾസ് യൂസേഴ്സ് ടു ഡിഫൈൻ, ക്രിയേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ അക്സസ് ടു ദ ഡേറ്റാബേസ്. ഏതാണ്? ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇപ്പോൾ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അത് എനേബിൾസ് യൂസറിനെ എനേബിൾ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഫൈൻ, ക്രിയേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ അക്സസ് ടു ദ ഡേറ്റാബേസ്. ഡേറ്റാബേസിൽ നിന്നും ഡേറ്റാസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം, അക്സസ് ചെയ്യാം. ഇതിനെ എല്ലാം യൂസേഴ്സിന് എനേബിൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഡേറ്റ മോഡൽ ഡിഫൈൻ ഹൗ ദ ഡേറ്റ ഈസ് ആക്ച്വലി സ്റ്റോർഡ്. ഡേറ്റ എങ്ങനെയാണ് ആക്ച്വലി സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന മോഡൽ ഏതാണ്? ലോജിക്കൽ മോഡലാണോ, എക്സ്റ്റേണൽ മോഡലാണോ, ഇൻറ്റേർണൽ മോഡലാണോ, ഏതാണ്? നൺ ഓഫ് ദീസ് ആണ്. ഏതാണ്? ഇൻറ്റേർണൽ മോഡലാണ്. ഹൗ ഡേറ്റ ഈസ് ആക്ച്വലി സ്റ്റോർഡ്, എങ്ങനെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇൻറ്റേർണൽ മോഡലാണ്. അടുത്തത്, ഡേറ്റ എബൌട്ട് ഡേറ്റ ഈസ് കോൾഡ്. ഇത് പല എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഡേറ്റ എബൌട്ട് ഡേറ്റയാണ് മെറ്റാ ഡേറ്റ. മെറ്റാ ഡേറ്റയാണ് ഡേറ്റ എബൌട്ട് ഡേറ്റ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ DBMS വിച്ച് പ്രൊവൈഡ് സപ്പോർട്ട് ഫുൾ ഫ്ലെഡ്ജ് ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഏത് DBMS ആണ്? ഏതാണ്? ഒറാക്കിൾ 7.1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, in database a top to bottom relationship between items is formed by a. ടോപ്പ് ടു ബോട്ടം റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നത് ഏത് സ്കീമയിലാണ് എന്ന് വെച്ചാൽ, സ്കീമ എന്ന് പറഞ്ഞാൽ ഓവറോൾ ഡിസൈൻ ഓഫ് ദ ഡേറ്റാബേസ് ആണ്. ഒരു ഡേറ്റാബേസിന് ഡിസൈൻ ചെയ്തിരിക്കുന്നതിന് നമ്മൾ സ്കീമ എന്ന് പറയും. അപ്പോൾ ഇത് പല രീതിയിലുള്ള സ്കീമാസ് ഉണ്ട്. അപ്പോൾ റിലേഷണൽ സ്കീമയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ടേബിൾസ് ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് സ്കീമയിലാണെങ്കിൽ നമ്മളൊരു ഗ്രാഫിക്കൽ സ്ട്രക്ചർ ആയിരിക്കും ഉള്ളത്. ഹൈറാർക്കിക്കൽ സ്കീമയാണ് എന്താണ്? ഒരു ട്രീ സ്ട്രക്ചർ പോലെ. അല്ലെങ്കിൽ ടോപ്പ് ടു ബോട്ടം റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഹൈറാർക്കിക്കൽ സ്കീമയാണ് ടോപ്പ് ടു ബോട്ടം റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ലെവൽ ഓഫ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഡിഫൈൻ ഹൗ ദ ഡേറ്റ ഈസ് ആക്ച്വലി സ്റ്റോർഡ്. ഇത് നമ്മുടെ കഴിഞ്ഞ എക്സാമിന് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ എക്സാമിന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കിയേ, വിച്ച് ലെവൽ ഓഫ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഡിഫൈൻ ഹൗ ദ ഡേറ്റ ഈസ് ആക്ച്വലി സ്റ്റോർഡ്. ഏത് ഡേറ്റ അബ്സ്ട്രാക്ഷനിലെ ഏത് ലെവലിലാണ് ഡേറ്റ ആക്ച്വലി സ്റ്റോർ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ്? അതായത് ഡേറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഇൻറ്റേർണൽ സ്റ്റോറേജ് ഡിവൈസസിലൊക്കെയാണ് നമ്മൾ സ്റ്റോറേജ് ഡിവൈസസിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഏത് അബ്സ്ട്രാക്ഷനിലാണ്? അപ്പോൾ ഫിസിക്കൽ ലെവലുണ്ട്, ലോജിക്കൽ ലെവലുണ്ട്, വ്യൂ ലെവലുണ്ട്. ഇങ്ങനെ 3 ലെവലാണ് അബ്സ്ട്രാക്ഷൻ ഉള്ളത്. അതിൽ ഡേറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ലെവലിലാണെന്ന് ചോദിച്ചാൽ ഫിസിക്കൽ ലെവലിലാണ്. വ്യൂ ലെവൽ എന്ന് പറഞ്ഞാൽ യൂസേഴ്സിൻ്റെ ലെവലാണ്. യൂസറിൻ്റെ വ്യൂ ചെയ്യാൻ പറ്റുന്ന ലെവലാണ് വ്യൂ ലെവൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഡേറ്റ മോഡൽ. ഡേറ്റ മോഡലിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഏതാണ്? സെറ്റ് ഓഫ് ബേസിക് ഓപ്പറേഷൻസ് ഓൺ ദ ഡേറ്റാബേസ്, യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സ്ട്രക്ചർ ഓഫ് ദ ഡേറ്റാബേസ്, ബോത്ത് എ ആൻഡ് ബി, ഓൾ ഓഫ് ദ എബോവ്. ഏതാണ്? ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ
സെറ്റ് ഓഫ് ബേസിക് ഓപ്പറേഷൻസ് ഓൺ ദ ഡേറ്റാബേസിലെ സെറ്റ് ഓഫ് ബേസിക് ഓപ്പറേഷൻസ് ഡേറ്റ മോഡലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സ്ട്രക്ചർ ഓഫ് ദ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പ്രോപ്പർട്ടി ഓഫ് ആൻ എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യുക. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ DBMS അല്ലെങ്കിൽ റിലേഷണൽ RDBMS എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് RDBMS എന്ന് പറയുന്നത്. ഫുൾ ഫോം ഓർത്തിരിക്കുക, റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടേബിൾസ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഓരോ ടേബിളുകൾ തമ്മിലും എന്ത് കാണും, ഒരു റിലേഷൻ കാണും. പറഞ്ഞില്ലേ, ഒരു ടേബിളിൽ പ്രൈമറി കീ ഉണ്ട്, മറ്റൊരു ടേബിളിൽ ഈ പ്രൈമറി കീ യൂസ് ചെയ്താൽ അത് ഫോറിൻ കീ ആവും. ആ രണ്ട് ടേബിൾ തമ്മിൽ ഒരു റിലേഷൻ വരും. അങ്ങനെ ഒരു റിലേഷണൽ ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണ് RDBMS യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻറ്റിറ്റി, നമ്മൾ ഒരു ടേബിളിനെയാണ് നമ്മുടെ DBMSൽ നമ്മൾ ഒരു ടേബിളിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ ടേബിളിനകത്ത് വരുന്ന ഓരോ കോളത്തിനെയും നമ്മൾ ആട്രിബ്യൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, എന്താണ് പ്രോപ്പർട്ടി ഓഫ് ആൻ എൻറ്റിറ്റി? എൻറ്റിറ്റിയുടെ ഒരു പ്രോപ്പർട്ടി ഏതാണ്? ആട്രിബ്യൂട്ടാണ്. ആട്രിബ്യൂട്ട് ഉണ്ട്, ടേബിളുണ്ട്, ഗ്രൂപ്പുണ്ട്, സ്വിച്ച് ബോർഡ് ഉണ്ട്. അപ്പം എൻറ്റിറ്റിയുടെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏതാണ്? ആട്രിബ്യൂട്ടാണ്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടേബിളിനകത്തുള്ള ഓരോ കോളവും ആണ് ഏതെന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. നോക്കി, DBMS വിൽ ആക്ട് ആസ് എൻ ഡാഷ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദ ഡേറ്റാബേസ്. DBMS എന്ന് പറഞ്ഞാൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു? യൂസറിൻ്റെയും ഡേറ്റാബേസിൻ്റെയും ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് DBMS ആക്ട് ചെയ്യുന്നത്. നമ്മൾ യൂസർ ഡയറക്റ്റ് എന്ത് ചെയ്യത്തില്ല, ഇൻട്രാക്ട് ചെയ്യുന്ന എന്തുമായിട്ടാണ്? ഡേറ്റാബേസ്. DBMS ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസറിൻ്റെയും ഡേറ്റാബേസിൻ്റെയും ഇടയിലൊരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യും. യൂസേഴ്സ് DBMSുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഡേറ്റാബേസുമായിട്ടല്ല. അപ്പം DBMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ഡേറ്റാബേസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഡ്വാൻറ്റേജ് ഓഫ് ദ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് അപ്രോച്ച്. ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് അപ്രോച്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഡേറ്റ ഡിപ്പെൻഡ് ഓൺ programs, data redundancy increases, data is integrated and can be accessed by multiple programs, none of the above. എന്താണ്? ഡേറ്റ ഈസ് ഡിപ്പെൻഡ് ഓൺ പ്രോഗ്രാംസ് ആണോ? അല്ല. ഡേറ്റ എല്ലാ പ്രോഗ്രാംസിലും ഡിപ്പെൻഡ് അല്ല. ഡേറ്റ റിഡൻഡൻസി ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ. നമ്മൾ എന്താ ചെയ്യുന്നത്? DBMSൽ ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിഡൻഡൻസി ഇൻക്രീസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ അതുമല്ല. ഡേറ്റ ഈസ് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ്. ഡേറ്റ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രോഗ്രാംസിന് ഇതിനെ ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഡേറ്റ ഈസ് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഈസ് യൂസ്ഡ് ബൈ ദ ടോപ്പ് ലെവൽ മാനേജേഴ്സ്? ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഏത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷനാണ് യൂസ് ചെയ്യുന്നത്? സ്ട്രാറ്റജിക് ഇൻഫർമേഷനാണ് ടോപ്പ് ലെവൽ മാനേജേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ DBMSൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം DBMS അറിഞ്ഞൂടാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത എക്സാമുകളുമായിട്ട് അനുബന്ധിച്ച് നമ്മൾ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ എക്സാം കഴിഞ്ഞാലും കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് DBMSൻ്റെ അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ്സുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലാസ്സുകൾ പതിയെ ഇനി വരുന്ന ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പഠിക്കാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ PDF നോട്ട്സ് ആവശ്യമുള്ളവർ നമ്മുടെ മാസ്റ്ററിങ് എഡ്യൂടെക്കിൻ്റെ ടെലഗ്രാം ചാനലിലുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ക്വിസ് മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ PDF നോട്ട്സൊക്കെ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താങ്ക് യു.